ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ 2 നിലപാടുകളാണ് PV അൻവർ പതിവ് പോലെ പറഞ്ഞിരിക്കുന്നത്. ഇനി മത്സരിക്കാൻ ഇല്ല, ഇത് പ്രഖ്യാപിത നിലപാടാണ് എന്ന് രാവിലെ പറയുന്നു. VD സതീശനുള്ള UDF-ലേക്ക് ഇല്ല എന്ന് പറയുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പലരും പണം നൽകാമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് മത്സര സാധ്യത പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്നും പറയുകയാണ്. അൻവർ തീരുകയാണോ? അൻവർനിസം തീരുകയാണോ? രേണു, അൻവർ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചോ? നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ? അദ്ദേഹം ഇവിടെ ഒരു MLA ആയിരുന്ന ആളല്ലേ? അദ്ദേഹത്തെ ജയിപ്പിച്ചത് ഇവിടുത്തെ CPM അല്ലേ? ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടി 2 തവണ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച് MLA ആക്കിയ ഒരാളല്ലേ? അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്താണ് വില? രാവിലെ പറയുന്നു ഞാൻ ഇനി UDF-ലേക്കില്ല. ഓക്കെ, അദ്ദേഹം UDF-ലേക്ക് പോകണ്ട, അദ്ദേഹത്തിൻ്റെ തീരുമാനം അതാണെങ്കിൽ അത് പറയുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പക്ഷെ മത്സരിക്കുന്നില്ല, എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, വലിയ കടത്തിലാണ് എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് കുറേ കഴിയുന്ന ഉടനെ അല്ല ഞാൻ മത്സരിക്കുകയാണ്, വലിയ സമ്മർദ്ദമുണ്ട്, ആളുകൾ വന്ന് എനിക്ക് പണം തരാമെന്ന് പറയുന്നു. രാവിലെ ഈ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കോടിക്കണക്കിന് രൂപ വേണമെന്നാണ് മത്സരിക്കാൻ നിലമ്പൂരിലെ. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തെ ചില ആളുകൾ വന്ന് കാണുന്നു, പണം തരാമെന്ന്. കോടിക്കണക്കിന് രൂപ മത്സരിക്കാൻ കോടിക്കണക്കിന് രൂപ ഉണ്ടോ? ആ കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞു. എന്താ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം എന്ത് പൊളിറ്റിക്സാണ് ഇവിടെ നിലമ്പൂരിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത്? ഞാൻ ഏറ്റവും അവസാനം തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ സംശയത അദ്ദേഹം എന്തിനാണ് MLA സ്ഥാനം രാജിവെച്ചത്? CPM അദ്ദേഹത്തോട് MLA സ്ഥാനം രാജിവെക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊന്നും ചെലുത്തായിട്ട് യാതൊരു വാർത്തകളും വന്നിട്ടില്ല. നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? രാജിവെച്ച് എന്ത് ഉദ്ദേശത്തോടു കൂടിയായിരുന്നു? ഇപ്പം എന്താണ് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താ? അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ? അദ്ദേഹം എന്താണ് നിലമ്പൂരിലെ ജനങ്ങളോട് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പിണറായി വിജയനെ കുറേ ചീത്ത പറഞ്ഞിട്ട്, പിണറായി വിജയനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, മകളെ, അതും ഇതുമെല്ലാം പറഞ്ഞു. ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെയോ പറഞ്ഞു. അവിടെ ഈ സ്വർണം പൊട്ടിക്കുന്നതെല്ലാം അജിത് കുമാറും അവിടെ സുജിത്ത് എന്ന് പറയുന്ന അവിടെ നേരത്തെ SP ആയിരുന്ന ആളും ഒക്കെ അവരുടെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കുറേ പറഞ്ഞു, ആളുകൾ കുറേയൊക്കെ ഇത് കേട്ടു. അല്ല, ഇതെന്തെങ്കിലും തെളിയിക്കാനോ? അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ അജിത് കുമാറിനെ കുറിച്ചൊക്കെ. എന്തെങ്കിലും ഒന്ന് തെളിയിക്കാൻ സാധിച്ചോ? P ശശിയെക്കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് എന്തെങ്കിലും തെളിഞ്ഞോ? ഏറ്റവും ഒടുവിൽ ഇന്ന് പറഞ്ഞത് VD സതീശന് പിന്നിലുള്ള ഗൂഢശക്തികളെ കുറിച്ചാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. ആ ഗൂഢശക്തികളെ കുറിച്ച് എന്തെങ്കിലും തെളിവ് കിട്ടുവാണെങ്കിൽ പുറത്തു പറയാമെന്നും ഇന്ന് പറയുന്നുണ്ടായിരുന്നു PV അൻവർ. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഞാൻ ചോദിച്ചത് ഇവിടെ ഇപ്പോൾ UDF ഇനി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ അവരുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അവർക്ക് സാധ്യമായത് എന്താണോ നിലമ്പൂരിൽ അത് ചെയ്യാൻ ഉറച്ച് അവരും പോകുന്നു. ആവേശകരമാണ് ഈ 2 മുന്നണികളുടെയും ക്യാമ്പ് നിലമ്പൂരിൽ എന്ന് നമുക്കറിയാം. അവർ ആ രീതിയിലുള്ള ആവേശം ഈ മത്സര രംഗത്ത് കാണിച്ചു തുടങ്ങുന്നത് നമ്മൾ കണ്ടു. ഇനി പത്രികാ സമർപ്പണം ഇന്ന് ഒരാൾ നടത്തിയിരിക്കുന്നു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ തീർത്തും അപ്രസക്തനായി മാറുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന അൻവറിസം അതോടുകൂടി അവസാനിക്കുന്നു എന്നതാണോ ഇന്നത്തെ നില? രേണു, അൻവറിസം എന്നൊന്നും പറയരുത്. അൻവറിസം എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തി ചില കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വയ്ക്കുന്നു, അതാണ് ഒരു ഇസം എന്നൊക്കെ പറയുന്നത്. അൻവറിസം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നിങ്ങൾ വലുതാക്കരുത്. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഞാൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിച്ചത്. നമ്മൾ വീണ്ടും ഇത് ചർച്ച നടത്തുന്നത് കൊണ്ടാണ്. ഞാൻ തന്നെ ഒരു 4-5 ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പങ്കെടുക്കുക. അപ്പം നമ്മളൊരു വിഷയമെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയമാകുന്ന ആളിന്, ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തിയോ വിലയോ വേണം. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ ഈ വിലപ്പെട്ട എയർ ടൈം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത്? അൻവറിസം അതുകൊണ്ടാണ് അൻവറിസം എന്നൊന്നും പറയരുത്. അങ്ങനെ ഒരു ഇസമൊന്നുമില്ല. അദ്ദേഹം പിണറായി ഇസം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം.
പിണറായി എടുക്കുന്ന ചില നിലപാടുകൾ അത് കുറഞ്ഞ പക്ഷം കേരളത്തെയെങ്കിലും ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. CPM-ന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വേണമെങ്കിൽ പരിഹാസത്തോടെയാണെങ്കിലും പിണറായിസം എന്ന് പറയുമ്പോൾ നമുക്കത് അതിന് ചില പ്രസക്തിയും ചില വിലയൊക്കെ ഉണ്ട് അതിന്. ഇവിടെ എന്തുവാണ് ഈ അൻവറിസം എന്ന് പറയുന്നത്? അദ്ദേഹം നിലമ്പൂരിൽ അദ്ദേഹം 2 തവണ ജയിച്ചു. ഓക്കെ, അദ്ദേഹത്തിനെ CPM എടുത്ത ഒരു പ്രത്യേകതരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിച്ചു. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്തോ ഒരു സംഭവമാണെന്ന് അദ്ദേഹത്തിന് അങ്ങ് തോന്നുക. കേരള രാഷ്ട്രീയത്തിൽ അൻവർ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? കോൺഗ്രസ് ജയിക്കാത്ത ചില സീറ്റുകളുണ്ട്, അവിടെ ഞാൻ ജയിപ്പിക്കാമെന്ന്, അത് എനിക്ക് ജയിപ്പിക്കാൻ സാധിക്കുമെന്ന്, എനിക്ക് പറ്റിയ സ്ഥാനാർത്ഥികളുണ്ടെന്ന്, സ്വതന്ത്രരടക്കമുള്ള സ്ഥാനാർത്ഥികളുണ്ട്. ഇതൊക്കെ ആരോടാ പറഞ്ഞത്? കേരളം എന്ന് പറയുന്നത് നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണ്. എന്താണ് രാഷ്ട്രീയം? CPM രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം, UDF, LDF, BJP ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടി, ഒരു സമൂഹമാണ് കേരള സമൂഹം. ഇപ്പം അദ്ദേഹം ഇന്നിപ്പം എന്തുകൊണ്ടാണ് വീണ്ടും മത്സരിക്കും എന്ന് പറയുന്നത്? അവിടെയാണ് രേണുവിന്റെ ചോദ്യത്തിനൊരു പ്രസക്തിയുള്ളത്. അതായത് അല്ലെങ്കിൽ അദ്ദേഹം ഒന്നുമല്ലാതായി പോവുകയാണ്. അദ്ദേഹം മത്സരിക്കുമെങ്കിലും ചെയ്താൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വരെയെങ്കിലും അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടും. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അദ്ദേഹത്തിന് അല്ലെങ്കിൽ കിട്ടാവുന്ന വോട്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത്, അദ്ദേഹത്തോടൊപ്പം ഉള്ളവർ എന്ത് ചെയ്യും, ആർക്ക് വോട്ട് ചെയ്യും, ഇദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടും എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ പ്രസക്തി ഇല്ലാതാവുകയാണ്, നാളെ മുതൽ പ്രസക്തി ഇല്ലാതാവുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കുമെന്ന് അല്ലെങ്കിൽ എനിക്ക് വലിയ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിനി എന്താ? ഞാൻ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞു ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇന്നലെ നടന്ന CPM-ന്റെ സെക്രട്ടേറിയറ്റിലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അൻവർ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അവിടെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ആലോചിച്ച് നോക്കണം, ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM-ന്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ CPM-നോട് സഹകരിക്കാം, നമുക്ക് ഒന്നിച്ചു നിൽക്കാം, നമുക്ക് ഷൗക്കത്തിനെ തോൽപ്പിക്കണം. അതാണ് ഇന്നലെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം അദ്ദേഹം വീണ്ടും എങ്ങനെയെങ്കിലും CPM-നോട് അടുക്കാൻ നോക്കുക. LDF-ൽ നിന്ന് രക്ഷയില്ല എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താ? അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വിശദീകരിക്കാൻ, ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്ന് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണം. അതാണ് വേണ്ടത്. ശരി.